സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് എന്താണെന്ന്. സോ വാട്ട് ഈസ് മെഷീൻ ലേണിംഗ്? മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഗീവ്സ് കമ്പ്യൂട്ടേഴ്സ് ദ എബിലിറ്റി ടു ലേൺ വിത്തൗട്ട് ബീയിങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാംഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മോഡല്, ലൈക്ക് ഒരു മോഡൽ എന്ന് പറയാൻ, ലൈക്ക് ഒരു മോഡല് നമ്മൾ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു ഇൻപുട്ടും കൊടുക്കും, അതേപോലെ തന്നെ ലൈക്ക് ഒരു ലേബലും കൊടുക്കും. അതായത് ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രൂട്ട് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടാവും, ലൈക്ക് ആപ്പിൾ, ഓറഞ്ച്, അങ്ങനത്തെ കുറെ സാധനം ഉണ്ടാവും. അപ്പൊ ആപ്പിൾസിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അത് ആപ്പിൾ ആണെന്ന് പറഞ്ഞ ഒരു ലേബലും കൊടുക്കും. അതായത് ആപ്പിളിന്റെ ഒരു ഫോട്ടോയും കൊടുക്കും, അതേപോലെ തന്നെ അതൊരു ആപ്പിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ലേബലും കൊടുക്കും. അത് വെച്ചിട്ട് നമ്മളൊരു മോഡലിനെ ട്രെയിൻ ചെയ്യും. അപ്പോൾ അത് മോഡലിനെ ട്രെയിൻ ചെയ്ത് വരുമ്പോൾ അതിന് നമുക്ക് ഇനി ഒരു പുതിയൊരു ആപ്പിളിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആപ്പിൾ ആണെന്ന് തിരിച്ചറിയും. അതാണ് മെഷീൻ ലേണിംഗ് എന്നൊരു സിസ്റ്റം വരും. ലൈക്ക് ഒരു പ്രോപ്പർ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് AI ദാറ്റ് എനേബിൾസ് കമ്പ്യൂട്ടേഴ്സ് ടു ബിൽഡ് മോഡൽസ് ദാറ്റ് ക്യാൻ സെൽഫ് ലേൺ ഫ്രം ട്രെയിനിങ് ഡാറ്റ. സെൽഫ് ലേൺ എന്ന് പറഞ്ഞിട്ടൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ ഡെഫിനേഷന് കുറച്ചുകൂടി വാല്യൂ ഉണ്ടാവും. ലൈക്ക് സെൽഫ് ലേൺ ഫ്രം ട്രെയിനിങ് ഡാറ്റ ആൻഡ് ഇംപ്രൂവ് ഓവർ ടൈം വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം. വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. അത് സെൽഫ് ലേൺ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അതായത് കൂടുതലായിട്ട് പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സെൽഫ് ലേൺ ചെയ്തിട്ടാണ് കുറെ കാര്യങ്ങൾ അത് ചെയ്യുക. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഈ സ്പാം ഡിറ്റക്ഷൻ, പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ, ഫേഷ്യൽ റെക്കഗ്നിഷൻ, അതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ നമ്മള് നമ്മൾ നമുക്ക് മെഷീൻ ലേണിംഗിൽ നാല് ടൈപ്സ് ഓഫ് പാഡിങ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് മെഷീൻ എന്നിട്ട് വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. ലൈക്ക് അടുത്ത ടോപ്പിക് ആയിട്ടാവും അത് നമുക്ക് ഉണ്ടാവുക. സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ML വേഴ്സസ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്ലിസിറ്റ് റൂൾസ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ സിൻടാക്സ് ആയിക്കോട്ടെ, മറ്റേ ടൈപ്സ് ഓഫ് കോഡ്, അതായത് നമ്മുടെ ഫങ്ഷൻസ്, അതേപോലെ തന്നെ അതിന്റെ പാരാമീറ്റേഴ്സ്, അതൊക്കെ പെടുന്നതാണ് ഈ എക്സ്പ്ലിസിറ്റ് റൂൾസ്. അതേപോലെ തന്നെ ഒരു ഫിക്സഡ് ലോജിക് ഉണ്ടാവും. ഫിക്സഡ് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിൻടാക്സ് നോക്കുക, അതേപോലെ തന്നെ ഇൻഡന്റേഷൻ എറേഴ്സ്, അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് ഫിക്സഡ് ലോജിക് എന്ന് പറയുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ഹാർഡ് ടു സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ കുറെ പാടായിരിക്കും. ലൈക്ക് ഒരു ടൈം കൺസ്യൂമിങ് സ്റ്റെപ്പാണ് ഈ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളിപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സെൽഫ് ലേൺ ചെയ്യുന്നുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിന് ലേൺ ഫ്രം ഡാറ്റ, അതായത് ഡാറ്റയിൽ നിന്ന് ലേൺ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഈ മെഷീൻ ലേണിംഗ് ഉണ്ട്. ഇപ്പോൾ ഓരോരോ പിക്ചേഴ്സ് കൊടുക്കുക, അതായത് ഇപ്പോൾ ഒരു ട്രെയിൻ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്യുറസിയും കൂടും. അതേപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസേഴ്സ് കൂടുതലായിട്ട് പ്രിഡിക്റ്റ് ചെയ്യും. അതായത് ഫോൾസ് പോസിറ്റീവ്സ് ഉൾപ്പെടാതെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ആൻസേഴ്സ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ ഇംപ്രൂവ്സ് ഓവർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ട്രെയിൻ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ആക്യുറസി നമുക്ക് മോഡലിന് കിട്ടാൻ പറ്റും. അതേപോലെ തന്നെ അഡാപ്റ്റ് ഈസിലി, അതായത് സെൽഫ് ലേണിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് അഡാപ്റ്റബിലിറ്റി കൂടുതലായിരിക്കും ഈ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് കൊണ്ട്. ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ കുറെയൊക്കെ കോഡ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ കോഡിങ്ങിന്റെ ഒരു കുറച്ചേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ പാരഡൈഗംസ് ഓഫ് മെഷീൻ ലേണിംഗ് എന്നിട്ടൊരു ടോപ്പിക്കാണ്. ലൈക്ക് അതൊരു 7 or 8 മാർക്സിന് വരാനുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ് മറ്റേ യൂണിവേഴ്സിറ്റിക്കൊക്കെ. അതേപോലെ തന്നെ 3 മാർക്സിനായിട്ടുള്ള വാട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ സൂപ്പർവൈസർ ആൻഡ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇൻപുട്ടും അതേപോലെ തന്നെ ലേബിൾഡ് ഔട്ട്പുട്ടും നമ്മൾ കൊടുക്കും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫ്രൂട്ട്സിന്റെ കേസ് എടുത്തോ. ലൈക്ക് ഒരു ആപ്പിൾ നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആപ്പിളിന്റെ ഒരു ഫോട്ടോ, അതാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അതിന്റെ ലേബൽസ്, അതായത് ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആപ്പിൾ ആണ്, ദിസ് ഈസ് ആൻ ആപ്പിൾ, രണ്ടൊരു ലേബലും അതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് നമ്മൾ മോഡല് കുറെ ആപ്പിൾസിന്റെ ഫോട്ടോ കണ്ടിട്ട്
ആൻഡ് ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്തിട്ട് ഇപ്പൊ ടെസ്റ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പുതിയൊരു ആപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആപ്പിൾ ആണെന്ന് തിരിച്ചറിയും. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നുള്ള പാരഡൈം. ലൈക്ക് അതിന്റെ ടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷനും റിഗ്രഷനും ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാറ്റഗോറിക്കൽ വാല്യൂ ആയിരിക്കും പ്രിഡിക്റ്റ് ചെയ്യുക. പക്ഷേ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും പ്രിഡിക്റ്റ് ചെയ്യുക. അതായത് രണ്ടിനും ലേബൽ ഡാറ്റ സെറ്റ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഔട്ട്പുട്ടിനും അത് ഡിഫറൻസ് വരുള്ളൂ. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ക്ലാസിഫിക്കേഷനിൽ ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ ആയിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ റിഗ്രഷനിൽ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ തന്നെ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, അതൊക്കെ സെക്കൻഡ് മോഡ്യൂൾസിലായിട്ട് പഠിക്കേണ്ടതാണ്. അതേപോലെ തന്നെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇമെയിൽ സ്പാം ഡിറ്റക്ഷൻ, അതൊക്കെ നമ്മുടെ ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അതേപോലെ തന്നെ റിഗ്രഷനിൽ വരുന്നത് ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ, ടെമ്പറേച്ചർ പ്രഡിക്ഷൻ, സാലറി പ്രഡിക്ഷൻ, അതായത് കുറെ പ്രഡിക്ഷൻസ് നമുക്ക് റിഗ്രഷനിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിന് ലേബിൾസ് ഉണ്ടാവില്ല. അതായത് ആ ഫോട്ടോസ് മാത്രം കൊടുക്കും, ആപ്പിളിന്റെ ഫോട്ടോ മാത്രം കൊടുക്കും, എന്നിട്ട് ലേൺ ചെയ്യണ പ്രോസസ്സിനെയാണ് എന്ത് പറയണേ, സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ മോഡല് ഈ അൺലേബിൾ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഓരോ പാറ്റേൺസ് ഉണ്ടാവില്ല, ലൈക്ക് കളറ്, ടെക്സ്ചർ, സൈസ്, ഷേപ്പ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആ മോഡൽ തന്നെ ഡിസ്കവർ ചെയ്തിട്ട് പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുക. അതായത് ക്ലാസിഫൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽ ട്രെയിൻ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റെക്കമെൻഡേഷൻ സിസ്റ്റം, അതേപോലെ തന്നെ ക്ലസ്റ്ററിംഗ് ഒക്കെ ഒരു എക്സാംസ് ആണ്. ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1 ഡിജിറ്റ് നമ്പർ, 2 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ എന്ന് വിചാരിച്ചു. ഇപ്പോൾ 0 to 9 വരെ ഫസ്റ്റത്തെ ക്ലസ്റ്ററിൽ, 10 to 99 വരെ സെക്കൻഡ് ക്ലസ്റ്ററിൽ, പിന്നെ 100 മുതൽ 999 വരെ അടുത്ത ക്ലസ്റ്ററിൽ. അങ്ങനത്തെ ഒരു ക്ലസ്റ്റർ ബേസ്ഡ് മാപ്പിങ്ങിനെയാണ് എന്ത് പറഞ്ഞാൽ ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, അതായത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഒരു സെറ്റിൽ, അതായത് ഒരു ക്ലസ്റ്ററിൽ പെടുമ്പോൾ ആ ക്ലസ്റ്ററിലുള്ള ലൈക്ക് സിമിലാരിറ്റീസ് വെച്ചിട്ടുള്ള ഗ്രൂപ്പ്സിനെ, സിമിലാരിറ്റീസ് വെച്ചിട്ടുള്ള ഡാറ്റാസിനെ ഒറ്റ ഗ്രൂപ്പിലേക്ക് ആക്കിയിട്ട് ഡിസിമിലാരിറ്റീസ് ഉള്ളതിനെ വേറെ വേറെ ക്ലസ്റ്ററിലേക്കാണ് മാപ്പ് ചെയ്യുക. അതാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോ സെക്കൻഡ് മോഡിൽ തേർഡ് മോഡിലായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ സെമി സൂപ്പർവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്മോൾ ലേബിൾഡ് സെറ്റ് ഡാറ്റാ സെറ്റും അതേപോലെ തന്നെ ലാർജ് അൺലേബിൾഡ് ഡാറ്റാ സെറ്റും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അത് വെച്ചിട്ട് മോഡലിനെ ട്രെയിൻ ചെയ്യും. അതായത് ലേബിൾഡും കൊടുക്കും, അതേപോലെ തന്നെ അൺലേബിൾഡ് ഡാറ്റാസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യും. അത് നമുക്ക് മെഷീൻ ട്രാൻസ്ലേഷൻ, സ്പീച്ച് ടു ടെക്സ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരിക. അതേപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജന്റ്, ലൈക്ക് ഒരു AI ഏജന്റ് ഉള്ള പോലെയാണ് സംസാരിക്കുക. ലൈക്ക് ഒരു ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് പറയുക, ലൈക്ക് ഒരു റോബോട്ട് അത് അതിന്റെ മാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ ഒരു ടാസ്ക് ചെയ്യാണ്. അപ്പൊ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു ഫെയിലിയർ ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റിവാർഡും, അതേപോലെ തന്നെ ടാസ്ക് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഒരു പെനാൽറ്റിയും റിവാർഡ് ചെയ്യണതും. അപ്പോൾ അതേപോലെ തന്നെ റിവാർഡ്സും പെനാൽറ്റീസും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു AI ഏജന്റ് അതിന്റെ എൻവിറോൺമെന്റ്, അതിനൊരു പ്രത്യേകതര എൻവിറോൺമെന്റ് ഉണ്ടാവും. അതില് മാക്സിമം റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ലേൺ ചെയ്യണം ഒപ്റ്റിമൽ ബിഹേവിയറിനാണ് എന്ത് പറയുന്നത്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതില് പറഞ്ഞത് മറ്റേ എൻവിറോൺമെന്റ്, സ്റ്റേറ്റ്, ഏജന്റ്, ആക്ഷൻ, റിവാർഡ്, പോളിസി, വാല്യൂ ഫംഗ്ഷൻ, അതൊക്കെ നമ്മുടെ ഈ സാധനത്തിൽ പെടും. അതായത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡിസ്റ്റൻസ്, അതായത് പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലും വെക്കുക. അതായത് ഒരു പ്രീവിയസ് ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ലേൺ ചെയ്തിട്ട് ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ റോബോട്ട് ചെയ്യും. ലൈക്ക് ആ റോബോട്ട് തിരഞ്ഞെടുക്കും, ആ പാത്ത് ഫോളോ ചെയ്യാതെ തന്നെ പുതിയ പാത്ത് ഫോളോ ചെയ്യും. ഇപ്പൊ നമ്മള് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗ് പറഞ്ഞിട്ടുള്ള ഇമെയിൽ സ്പാം ഫിൽറ്റർ, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് സെഗ്മെന്റേഷൻ, സെമി സൂപ്പർവൈസ്ഡ് മെഡിക്കൽ ഡയഗ്നോസിസ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് കുറെ ഉണ്ടാവും. എല്ലാത്തിൽ നിന്നും 2-3 പഠിച്ചു വയ്ക്കുക.
അതായത് ഓരോ ടൈപ്സിന്റെ